Hello everyone, how are you all? Welcome to a new episode of English with Habish. So, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓക്സിലറി വെർബ്സിനെ കുറിച്ചാണ്. ഓക്കെ, എന്താണ് ഓക്സിലറി വെർബ്സ്, എവിടെയാണ് നമ്മൾ അത് ഉപയോഗിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. So, let's begin. So, what are auxiliary verbs? Auxiliary verbs എന്ന് പറഞ്ഞാൽ helping verbs ആണ്, സഹായ ക്രിയകൾ. പ്രധാന ക്രിയകളെ സഹായിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ക്രിയകൾക്കാണ് സഹായ ക്രിയകൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ എങ്ങനെ എവിടെ ഒക്കെ ഇതിനെ ഉപയോഗിക്കണം എന്ന് നമുക്ക് പഠിക്കാം. സോ മൈ ഫ്രണ്ട്സ്, ഇവിടെ നോക്കൂ, ഇവിടെ ഒരു സെന്റൻസ് ഉണ്ട്. ഐ റീഡിങ് എ ബുക്ക്. ഐ റീഡിങ് എ ബുക്ക് എന്ന് പറയുമ്പോൾ ഇസ് ഇറ്റ് പ്രസന്റ് ഓർ പാസ്റ്റ്? നമുക്ക് വ്യക്തമായി മനസ്സിലാവുന്നുണ്ടോ ഇത് പ്രസന്റ് ആണോ പാസ്റ്റ് ആണോ എന്ന്? ഐ കാൺട്ട് അല്ലെ. ഐ റീഡിങ് എ ബുക്ക് എന്തോ ഒരു കുറവുള്ള പോലെ. ലുക്ക് ഓവർ ഹിയർ, ഐ ആം റീഡിങ് എ ബുക്ക്. ഇപ്പോൾ നമ്മൾക്ക് മനസ്സിലാവുന്നില്ലേ അത് ഇത് പ്രസന്റ് ടെൻസ് ആണെന്ന്? മെയിൻ വേർബായ റീഡ് പ്ലസ് ing-നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആം. എന്തിന്? ടെൻസ് ഏതാണെന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. ആം എന്ന് പറയുമ്പോൾ പ്രസന്റ് ടെൻസ് ആണ്. വേറൊരു സെന്റൻസ് നോക്കാം. ഐ വാസ് റീഡിങ് എ ബുക്ക്. ഇവിടെ വാസ് എന്താണ് ചെയ്യുന്നുള്ളത്? ഇറ്റ്സ് ഹെൽപ്പിംഗ് ആക്ച്വലി, റൈറ്റ്? റീഡിങ് എന്ന മെയിൻ വേർബിനെ ഹെൽപ്പ് ചെയ്യാണ്. വാസ് എന്ന് പറയുമ്പോൾ ഒരാൾ കേൾക്കുമ്പോൾ ഐ വാസ് റീഡിങ് എ ബുക്ക് എന്ന് കേൾക്കുമ്പോൾ ഈ വാസ് ആ കേൾക്കുന്നവന് മനസ്സിലാക്കി കൊടുക്കും ദാറ്റ് ദിസ് ഇസ് പാസ്റ്റ് ടെൻസ്. ഈ സെന്റൻസ് പാസ്റ്റ് ടെൻസിലാണ്. അയാൾ മുൻപ് എപ്പോഴോ പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്ന്. ഗോട്ട് ഇറ്റ്? വെരി സിമ്പിൾ. സി മൈ ഫ്രണ്ട്സ്, ആം, ഈസ്, ആർ, വാസ്, വേർ എന്ന ഈ ഓക്സിലറീസ് മെയിൻ വേർബിൻ്റെ കൂടാതെ ഒറ്റക്ക് സിംഗിൾ ആയിട്ട് അല്ലെങ്കിൽ സോളോ ആയിട്ടും വരാറുണ്ട്. റൈറ്റ്? അവിടെ ഇവരെ നമ്മൾ ലിങ്കിങ് വേർബ്സ് എന്ന് വിളിക്കും. ചെയ്യുന്ന ഒരേ പണിയാണ്. ഒന്ന് നമുക്ക് ടെൻസ് പറഞ്ഞുതരും, പിന്നെ സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് പറഞ്ഞുതരും. ഓക്കെ, സോ ഇവിടെ ഒരു സെന്റൻസ് ഉണ്ട്. ഞാൻ ഒരു അധ്യാപകനാണ്. സോ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. ഇത് പ്രസന്റ് ടെൻസിലുള്ള ഒരു സെന്റൻസ് ആണ്, സബ്ജക്റ്റ് സിംഗുലർ ആണ്. ഓക്കെ, നമ്മൾ നേരെ ഇതിനെ കൺവേർട്ട് ചെയ്താൽ ഞാൻ ഐ, ഒരു എ, അധ്യാപകൻ, ടീച്ചർ. ഐ എ ടീച്ചർ. ഇറ്റ് ഡസന്റ് മാച്ച്, റൈറ്റ്? ഒരു കംപ്ലീറ്റ്നെസ് ഇല്ല. സോ നമുക്ക് ഒരു ഓക്സിലറി ആവശ്യമാണ്. സോ പ്രസന്റ് ടെൻസിലുള്ള ഒരു ഓക്സിലറി വേണം, അതുകൂടാതെ ഐൻ്റെ കൂടെ മാച്ച് ആവണം വേണം. സോ ദാറ്റ് ഈസ് ആം. ഐ ആം എ ടീച്ചർ. ഇവിടെ കണ്ടോ, നമ്മൾ ഒരാളോട് പറയാണ് ഐ ആം എ ടീച്ചർ എന്ന് പറയുമ്പോൾ ആ കേൾക്കുന്നവന് മനസ്സിലാകും അത് പ്രസന്റ് ടെൻസിൽ ഇപ്പോൾ ടീച്ചർ ആണെന്ന്, അല്ലെ? ആം ആണ് അതിനെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് ഓക്സിലറി വേർബ്സ്, ഹെൽപ്പിംഗ് വേർബ്സ്. Another example, അദ്ദേഹം ഒരു അധ്യാപകനാണ്. ഓക്കെ, സെയിം. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ദ ടെൻസ്. ഇത് പ്രസന്റ് ടെൻസ് ആണ്, സബ്ജക്റ്റ് സിംഗുലർ ആണ്. അദ്ദേഹം ഹി, ഒരു എ, അധ്യാപകൻ, ടീച്ചർ. ഹി എ ടീച്ചർ. വി നീഡ് ആൻ ഓക്സിലറി, റൈറ്റ്? സോ പ്രസന്റ് ടെൻസിൽ സിംഗുലർ സബ്ജക്റ്റിനെ പറ്റിയത്, ഹീക്ക് പറ്റിയത് ഈസ് ആണ്. ഹി ഈസ് എ ടീച്ചർ. അപ്പോൾ നമ്മൾ ഒരാളോട് ഹി ഈസ് എ ടീച്ചർ എന്ന് പറയുമ്പോൾ കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവും അദ്ദേഹം പ്രസന്റ്ലി ഒരു ടീച്ചറാണെന്ന്. ഹി എ ടീച്ചർ എന്ന് പറയുമ്പോൾ മനസ്സിലാകില്ല. അതാണ് ഈ ഓക്സിലറീസിന്റെ ഇമ്പോർട്ടൻസ്. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് അനദർ വൺ. ഞങ്ങൾ അധ്യാപകരാണ്. ഓക്കെ, സോ ഇത് പ്രസന്റ് ടെൻസ് ആണ്, സബ്ജക്റ്റ് ഇപ്പോൾ പ്ലൂറൽ ആണ്. ഓക്കെ, സോ ഞങ്ങൾ, വി, അധ്യാപകർ, ടീച്ചേഴ്സ്. ഓക്കെ, സോ ഹൗ ഡു വി നോ ദ ടെൻസ്? നമ്മൾക്ക് പറ്റിയത് പ്രസന്റ് ടെൻസിൽ പ്ലൂറൽ ആയിട്ടുള്ള ഒരാളെ വേണം. അത് ആറാണ്. വി ആർ ടീച്ചേഴ്സ്. വി ആർ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ പ്രസന്റിൽ ടീച്ചേഴ്സ് ആണ് എന്ന് മനസ്സിലാവും കേൾക്കുന്നവർക്ക്. ശരിയല്ലേ? സോ ലെറ്റ്സ് ലുക്ക് അറ്റ് അനദർ വൺ. അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു. സോ ദിസ് ഇസ് പാസ്റ്റ് ടെൻസ്, സബ്ജക്റ്റ് ഇസ് സിംഗുലർ. സോ ഹി എ ടീച്ചർ. ഹി എ ടീച്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് ടെൻസ് മനസ്സിലാവുന്നില്ല. ശരിയല്ലേ? So we need an auxiliary that is in the past, that is was. Okay, ആ റെഡ് സൈഡിലുള്ള നോക്കൂ, അതുകൂടാതെ സിംഗുലർ ആയിരിക്കണം. So he was a teacher. He was in the teacher. He was a teacher എന്ന് പറയുമ്പോൾ കേൾക്കുന്നവന് മനസ്സിലാവും അദ്ദേഹം മുൻപ് ഭൂതകാലത്തിൽ ടീച്ചർ ആയിരുന്നു. നെക്സ്റ്റ് എക്സാമ്പിൾ, അവർ അധ്യാപകരായിരുന്നു. സോ സബ്ജക്റ്റ് പ്ലൂറൽ ആണ്, പാസ്റ്റ് ടെൻസ് ആണ്. സോ അവർ, ദേ, അധ്യാപകർ, ടീച്ചേഴ്സ്. സോ ദേ ടീച്ചേഴ്സ് പറ്റൂല. നമ്മൾ പാസ്റ്റ് ടെൻസിൽ പ്ലൂറൽ ആയിട്ടുള്ള ഒരു ഓക്സിലറി കണ്ടുപിടിക്കണം. അത് വേർ ആണ്. ദേ വേർ ടീച്ചേഴ്സ്. അവർ അധ്യാപകരായിരുന്നു, അല്ലെ? ഈ വേർ ആണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെ? പാസ്റ്റിൽ
പ്ലൂറൽ ആയിട്ടുള്ള കുറച്ച് പേർ ടീച്ചേഴ്സ് ആയിരുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നത് ഈ were ആണ്. So this is the importance of auxiliaries. So am, is, are, was, were ന് correct ആയി മനസ്സിലാക്കൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. So I hope you will all look into it. Thank you. So if you like the video, like, share, subscribe and comment. Thank you.